الحمد لله الملك الجواد حمدا وافيا دائما أبد الآباد والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى التبان لهم بخير ورشاد. اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات لهم جنات النعيم خالدين فيها وعد الله حقا وهو العزيز الحكيم. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹു നമ്മുടെ ഇരുത്തം അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. സൂറത്തുൽ ലുഖ്മാനിലെ 8-9 ആയത്തുകളാണ് ഇന്നലെ നാം ചർച്ച ചെയ്ത് തുടങ്ങിയത്. തുടക്കം ഇങ്ങനെയാണ്: ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സുഖാനുഭൂതിയുടെ സുഖലോലുപതയുടെ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്നലെ എന്താണ് വിശ്വാസം, വിശ്വാസത്തിന്റെ മേഖലകൾ ഏതൊക്കെയാണ്, യഥാർത്ഥ ഒരു വിശ്വാസിയാകുന്നതിന് നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കേവലം അല്ലാഹുവിലും മലക്കുകളിലും മാത്രം വിശ്വസിച്ചാൽ മതിയോ, അല്ല അതിനപ്പുറം എന്തൊക്കെ നാം ചെയ്യണം എന്ന് ചെറിയ രൂപത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അതിന്റെ തൊട്ടടുത്ത ബാക്കി ഭാഗമാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ വേരാണ് എങ്കിൽ, കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഫലങ്ങളാണ്. അപ്പോൾ നാം ഒരു വിത്ത് വിതച്ചാൽ മാത്രം പോരാ. വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അത് വളർന്നു വരുന്നതിനാവശ്യമായ ജലസേചനം നടത്തണം, അതിനെ പരിപാലിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈമാൻ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് നൽകിയ ആ സൗഭാഗ്യം കൊണ്ട് നാളെ ലഭിക്കാൻ പോകുന്ന വലിയ സൗഭാഗ്യം, ആ സൗഭാഗ്യം നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് കർമ്മങ്ങൾ നാം ഈ ഭൂമി ലോകത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർമ്മങ്ങൾ, ഏതൊക്കെ കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം? കേവലം നിസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, അല്ലാഹു നിർബന്ധമായും പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുക, ഇത് മാത്രമല്ല. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു: ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനം ശാഖയാണ്. അതിലേറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത്, ഒന്നാം സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹും ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്. അതിലേറ്റവും താഴേക്കിടയിലുള്ളത്, നിങ്ങൾ പോകുന്ന അവസരത്തിൽ, നിങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു തടസ്സം കണ്ടാൽ അത് നീക്കലുമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, കർമ്മത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. മനുഷ്യന്റെ സ്വഭാവം, ആ സ്വഭാവത്തിൽ ഹയാത്ത് വരെ ഈമാനിൽ പെട്ടതാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരിക്കൽ മദീനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ മറ്റൊരാളോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ നിനക്ക് ഉളുപ്പില്ലേ, എന്താ നിനക്ക് ഹയാ ഇല്ലേ എന്നിങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നീ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഉപദേശിക്കുന്നത്? ഈമാൻ ഉണ്ട് എങ്കിൽ അവന് ഈ ഹയാ ഉണ്ടാകും. ഈമാൻ ഇല്ലാത്ത ഒരാളെ ഹയാ പറഞ്ഞുണ്ടാക്കുക എന്നത് കഴിയുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖുരിന എന്നാണ് ഹദീസിലുള്ളത്. രണ്ടും പിണഞ്ഞു കിടക്കുകയാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ എന്ന് പറയാം. ഒരു വശമില്ല എങ്കിൽ ആ നാണയത്തിന് മൂല്യമില്ല. ഇതുപോലെയാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനും ഹയാവും ഈ രണ്ടും പിണഞ്ഞു കിടക്കുകയാണ്. ഒരു വശമില്ലെങ്കിൽ മറ്റൊരു വശമില്ല. അപ്പോൾ ഈമാന്റെ ഭാഗമാണ് നമ്മുടെ സ്വഭാവം എന്ന് വരെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഒരു മനുഷ്യന്റെ കർമ്മങ്ങളെ വിശാല അർത്ഥത്തിലാണ് ഇസ്ലാം വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, അവൻ ചെയ്തു തീർക്കേണ്ട ഫർദായ കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയവ അവൻ ചെയ്തു തീർക്കൽ നിർബന്ധമാണ്. അത് ചെയ്തില്ല എങ്കിൽ അവന് നാളെ ശിക്ഷയുണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തന്നെ സുന്നത്തായ രൂപത്തിൽ അവന് ചെയ്യാം. നിസ്കാരം സുന്നത്തായി നിർവഹിക്കാം, നോമ്പ് സുന്നത്തായി നിർവഹിക്കാം, ഹജ്ജ് സുന്നത്തായി നിർവഹിക്കാം, സകാത്തിന് പകരം അവൻ കൊടുക്കുന്ന സദഖകളെ നമുക്ക് പരിഗണിക്കാം. ഇങ്ങനെയൊക്കെ സുന്നത്തായ രൂപത്തിലുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, സേവന പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, ഇതിന് ഇസ്ലാം വലിയ കൂലി നൽകുന്നുണ്ട്. ഇത് സൽക്കർമ്മമാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അഹബ്ബുൻ നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള വ്യക്തി ആരാണെന്നറിയുമോ? അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി. ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളയാള് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടിമകളെ സേവിക്കുന്ന ആളാണ്. എന്തൊക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നുവോ ആ സഹായങ്ങളെല്ലാം നമ്മക്കൊണ്ട് ചെയ്യണം. ഒരാൾക്ക് ചിലപ്പോൾ ശാരീരികമായ അയാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സഹായിക്കണം. മാനസികമായ സപ്പോർട്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സഹായിക്കണം. സാമ്പത്തികമായ സപ്പോർട്ട് കൊടുക്കാൻ കഴിയുമ്പോൾ അങ്ങനെ സഹായിക്കണം. അങ്ങനെ ഏതേത് കാര്യങ്ങളിൽ മറ്റൊരാളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നുവോ ആ വിധത്തിൽ മറ്റൊരാളെ ചേർത്ത് പിടിക്കുക എന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ്. അത് നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും കനപ്പെട്ട അമലുമാണ്. അതുകൊണ്ടല്ലേ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രഖ്യാപിച്ചത്, ലഅൻ അംശിയ മഅഖി ഫീ ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തഖിഫ ഫീ ഹാദൽ മസ്ജിദി ശഹ്റാ. മദീനയാകുന്ന ഈ പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠാമലായി എനിക്ക് മനസ്സിലാകുന്നത് ഒരു മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കുന്നതിന് അയാളുടെ കൂടെ സഞ്ചരിക്കലാണ് എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ പള്ളിയിൽ ഇഅ്തികാഫിന് എത്ര കൂലിയാ കിട്ടുക? മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയെ പോലെയല്ല. ആയിരക്കണക്കിന്, ഏറ്റവും ചുരുങ്ങിയത് ആയിരക്കണക്കായ കൂലി ഒരൊറ്റ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ കിട്ടുന്ന ഇടത്ത് നിന്നാണ് മുത്തുനബി പറയുന്നത്, ഒരു മാസക്കാലം ആ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടത്, ഞാൻ ഏറ്റവും സൽക്കർമ്മമായി പരിഗണിക്കുന്നത് ഒരു മനുഷ്യന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അദ്ദേഹത്തോടു കൂടെ സഞ്ചരിക്കുകയും ആ ആവശ്യം നിറവേറ്റി കൊടുക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കാരം നോമ്പ് മാത്രമല്ല, വേറൊരാളെ സഹായിക്കുക എന്ന്. ചില ആളുകളുണ്ടാവും നല്ല സഹായങ്ങൾ, എന്ത് പറഞ്ഞാലും സഹായിക്കാൻ വേണ്ടി എപ്പോ വിളിച്ചാലും ഒരു ഒക്കെയാണ്. അത് നല്ലൊരു സ്വഭാവമാണ്. അത് ഇസ്ലാം അതിന് വലിയ സ്ഥാനം നൽകുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏത് പ്രളയം തന്നെ കേരളത്തിൽ തന്നെ വന്നു പോയിട്ടും അതൊന്നും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെയോ അല്ലെങ്കിൽ ആ പ്രളയത്തിൽപ്പെട്ട ആളുകളെയോ
ബാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വിധത്തിൽ നല്ല മനസ്സുള്ള ആളുകളെ കൊണ്ടല്ലേ, നല്ല മനസ്സിന്റെ ഉടമകളുള്ളത് കൊണ്ടല്ലേ. കത്തി അമരുന്ന അവസരത്തിൽ പോലും അവിടെ ചെന്ന് അതെല്ലാം കെടുത്തുന്നതിനും, മുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ തന്റെ ജീവൻ പോലും ബലിയാടായാൽ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കി എടുത്തു ചാടി അവരെ സംരക്ഷിക്കണം എന്ന ഒരു സർവീസ് മൈൻഡ് നമുക്ക് വരുന്നില്ലേ? എത്രത്തോളം എന്ന് പറഞ്ഞാൽ മറ്റേത് മതങ്ങളിൽ ഉള്ളതിനേക്കാളും ഒരു സർവീസ് മെന്റാലിറ്റി നമുക്കാണ് കൂടുതൽ എന്ന് ലോകം അംഗീകരിച്ച കാര്യമാണ്. അപ്പൊ ഇസ്ലാം അതിന് വലിയ സ്ഥാനം നൽകിയത് കൊണ്ടാണ്. അപ്പൊ അത് വലിയ ഒരു കർമ്മമാണ്, മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചെയ്യുക എന്നത്. തീർന്നില്ല, നമ്മുടെ നല്ല സ്വഭാവ ഗുണങ്ങളെ ഹബീബ് മുഹമ്മദ് തങ്ങൾ സൽക്കർമ്മമായി എണ്ണി. ഇനി ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിലും നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സദഖയാണെന്ന് മുഹമ്മദ് ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സദഖയാണെന്ന് പറഞ്ഞാൽ ഇതിന് വലിയ കൂലിയുണ്ട്. നമ്മള് മസിൽ പിടിക്കണ്ട, മസിൽ പിടുത്തൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക. എന്തുകൊണ്ടാണ്? ഒരാളെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുമ്പോ അയാളുടെ മനസ്സിൽ അത് വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ്. ചിലപ്പോൾ ടെൻഷൻ അടിച്ചു വരിക, അപ്പൊ എന്നോട് ഒരാളെ പുഞ്ചിരിക്കാനെങ്കിലും ഉണ്ടല്ലോ. ഒരു കാര്യം, അയാളുടെ കാര്യം ഇവരൊക്കെ ഒന്ന് അന്വേഷിക്കുക. അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് എങ്കിൽ അത് മാറിക്കിട്ടാൻ ഇയാളുടെ പുഞ്ചിരി കൊണ്ട് കാരണമായാൽ ഒരുപക്ഷെ ഒരു ആത്മഹത്യ പോലും പ്രതീക്ഷിക്കുന്ന മനുഷ്യനായിരിക്കും. അങ്ങനെയൊക്കെ ചില ചരിത്രങ്ങളിൽ തന്നെയുണ്ട്. ആത്മഹത്യകൾ പോലും പ്രതീക്ഷിക്കുന്നവർ തങ്ങളോട് ഒരു ടാറ്റ കാണിച്ചതിന്റെ പേരിൽ, ഒന്ന് പുഞ്ചിരിച്ചതിന്റെ പേരിൽ അതിൽ നിന്ന് മാറി ചിന്തിച്ച സംഭവങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ ഒരാളെ നോക്കി പുഞ്ചിരിക്കുക എന്നത് ഏറ്റവും വലിയ സ്വതക്കയായി ഈ മതം എണ്ണുകയാണ്, വലിയ കർമ്മമായി ഇസ്ലാം പരിഗണിക്കുകയാണ്. ഹബീബ് പറഞ്ഞത് അത് സ്വതക്കയുടെ ഭാഗമാണ് എന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുർആൻ പറയുന്നത് ലുഖ്മാൻ സൂറത്തിലൂടെ, നിങ്ങൾക്ക് സ്വർഗ്ഗം വേണോ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, വിശ്വസിക്കുകയും വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാവുകയും വേണം. അല്ലാഹു തആല കൂടുതൽ കൂടുതൽ സുകൃതങ്ങൾ ചെയ്ത ആ സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് അല്ലാഹു വഴിയൊരുക്കുമാറാവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ, അതാണ് ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, ഒരു പ്രതിബന്ധം നീക്കി, തടസ്സം നീക്കി കൊടുത്തു, ഒരു പ്രയാസം അകറ്റി കൊടുത്തു. എന്നാൽ അതുവരെ ഇസ്ലാം എണ്ണുന്നത് വലിയ കർമ്മമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിലുള്ള സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാം, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ സുഖലോലുപത അനുഭവിച്ച് സുഖിച്ചു നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ആ മനുഷ്യൻ എങ്ങനെയാണ് സ്വർഗ്ഗത്തിലെത്തിയത് എന്നറിയോ? ഫീ ശജറത്തിൻ ഖതഅഹാ മിൻ ളഹരി ത്വരീഖി കാനത് തുഗ്ദിന്നാസ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്ന ഒരു മരത്തിന്റെ ചില്ല വെട്ടിക്കൊടുത്ത് അവിടെ സംവിധാനം, അവർ നടക്കുന്ന വഴി അത് ശുദ്ധീകരിച്ച് സംവിധാനം ഒരുക്കി കൊടുത്തത് കൊണ്ട് ആ മനുഷ്യന് സ്വർഗത്തിലെത്തി എന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ചിലപ്പോൾ വാഹനങ്ങളൊക്കെ ഉണ്ടാവും, കൂട്ടിയിട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങി അല്ലെ, വളരെ ശ്രദ്ധയോടെയാണ് വെക്കേണ്ടത്. ഒരാൾക്ക് അതിൽ പാസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വഴിയിൽ നിർത്താൻ പാടില്ല, നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല.
അപ്പൊ ആ ബൈക്ക് എല്ലാം കൂടെ ഡിസോർഡർ ആയാണ് വെച്ചത് എങ്കിൽ അതൊന്ന് ഓർഡർ ആക്കി കൊടുത്താൽ നാളെ സ്വർഗമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയും. എത്ര സിമ്പിളായ കാര്യമാണ്. നമ്മളിങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു ഓല വീണ് കിടക്കുന്നുണ്ട്, അതിലൂടെ ഇനി ഒരാൾ പോകുന്ന സമയത്ത് ഒരുപക്ഷെ അയാൾ കണ്ടില്ലെങ്കിൽ വീണ് പോകും, അയാൾക്കത് പ്രയാസമാകും. കുറെ ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്, അതൊന്നെടുത്ത് അപ്പുറത്തേക്കൊന്ന് മാറ്റിക്കൊടുത്താൽ സ്വർഗത്തിലെത്താൻ അത് തന്നെ കാരണമായേക്കാമെന്നാണ് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോ ഇസ്ലാമിൽ സൽക്കർമ്മങ്ങളുടെ സങ്കല്പം അത് വലിയ വിശാലമായ അർത്ഥത്തിലാണ്. വെറും നിസ്കാരവും നോമ്പും അതിൽ മാത്രം ഒതുക്കുകയല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ കർമ്മങ്ങളെയും അതവൻ സൽക്കർമ്മമാക്കാനുള്ള സംവിധാനം ഇസ്ലാം വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ബാദിറൂ ബിൽ അഅമാലി സ്വാലിഹാ, സൽക്കർമ്മങ്ങളുമായി നിങ്ങൾ സ്വർഗത്തിലേക്ക് ഓടണം. നാളെ ചെയ്യാമെന്ന് മനസ്സിലാക്കരുത്. ഏത് നല്ല കർമ്മം ലഭിച്ചാലും അത് ഏറ്റെടുക്കുകയും ചെയ്യാനുള്ള ഒരു മാനസികമായ അവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നു വരികയും വേണം. ഏത് നല്ല കാര്യമുണ്ടോ അവിടെയൊക്കെ സജീവമാണ്. ഞാൻ ഇപ്പൊ പള്ളിയിലൊക്കെ ഉണ്ടല്ലോ സജീവിച്ചോ മതി എന്നല്ല, ഞാൻ ഇപ്പൊ നോമ്പൊക്കെ അനുഷ്ഠിക്കണം മതി എന്നല്ല, ഞാൻ ഇപ്പൊ അത്യാവശ്യം കൊടുക്കുന്നുണ്ടല്ലോ മതി എന്നല്ല. എന്ത് നല്ല കാര്യമുണ്ടോ അവിടെയൊക്കെ നമ്മുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരിക്കൽ ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബികളോട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ആരാണ് ഇന്ന് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആരാണ് ഇന്ന് നോമ്പനുഷ്ഠിച്ചിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഇന്ന് എനിക്ക് നോമ്പാ. ഉടനെ തങ്ങൾ ചോദിക്കുകയാണ്, വമൻ തബിഅ മിൻകുൽ യൗമ ജനാസ, ഇന്ന് ജനാസയെ അനുഗമിച്ച ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്. തങ്ങളുടെ അടുത്ത ചോദ്യം, ഫമൻ അത്അമ മിൻകുൽ യൗമ മിസ്കീനാ, ആരെങ്കിലും ഇന്ന് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയാണ്, അന യാ റസൂലല്ലാഹ്. ഫമൻ ആദ മിൻകുൽ യൗമ മരീദാ, ആരെങ്കിലും ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? അന യാ റസൂലല്ലാഹ്, നബിയേ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഉടനെ തങ്ങൾ പറയാണ്, മജ്തമഅന ഫിംറിഇൻ ലില്ലാഹ് ദഖലൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനിലുണ്ടോ, ആ മനുഷ്യനിൽ സ്വർഗത്തിലെത്താനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നോക്കുക, ബാദിറൂ ബിൽ അഅമാലി സ്വാലിഹ എന്ന് പറഞ്ഞു പോവില്ല, എല്ലായിടത്തും ഉണ്ട്. എന്നാലും നോമ്പൊറ്റി ഇന്ന് മയ്യത്തിന് ആരെങ്കിലും കണ്ട്, ഇന്ന് രോഗിയെ എല്ലാം മിസ്കിന്മാർക്ക് വല്ലതും കൊടുത്തു, എല്ലാം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തിലേക്ക് എണ്ണിയപ്പോൾ ആദ്യം തന്നെ ഹബീബായ തങ്ങൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണ്ണിയത്. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ലുഖ്മാൻ സൂറത്താണല്ലോ നമ്മുടെ ചർച്ച. ആ ലുഖ്മാൻ സൂറത്തിൽ 8-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളും ലഹും ജന്നാത്തുൻ നഈം, അവർക്ക് സുഖലോലുപതയുടെ സ്വർഗ്ഗമുണ്ട്. അല്ലാഹു തആല സ്വർഗ്ഗത്തിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഇരുത്തം കൂടെ നമ്മുടെ മീസാനിൽ കനപ്പെട്ട അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. വലിയ വലിയ കാര്യങ്ങൾ മാത്രമല്ല സ്വർഗ്ഗത്തിലെത്തുന്നത്,
ഏത് ചെറിയ കാര്യം, ഏത് കാര്യം കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിലെത്തുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഏത് കാര്യം കൊണ്ടാണ് നാളെ അല്ലാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളെ കൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ. നന്മയായി അറിയപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യത്തെ പോലും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിപ്പോ വളരെ സിമ്പിൾ അല്ലേ, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ലേ. ഞാൻ കുറച്ച് വലിയ കാര്യം ചെയ്യാം എന്ന മനോഭാവം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഏത് ചെറിയ കാര്യമാണെങ്കിലും നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണോ അത് ചെയ്യാനാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് അതിന് ഉദാഹരണമായി തങ്ങൾ ചേർത്ത് വെക്കുന്നത് നോക്കൂ, വലൗ അൻതുഫരിഅ മിൻ ദൽവിക ഫീനൽ മുസ്തസ്ഖീ. നിന്റെ അടുക്കലേക്ക് വെള്ളം ചോദിച്ചു വരുന്ന ഒരാൾ, ആ മനുഷ്യന്റെ കൈ കുമ്പിളിലേക്ക് നീ നിന്റെ തൊട്ടിയിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതുവരെ നല്ല കാര്യമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏത് കാര്യം കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകാൻ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു പെണ്ണ് അഭിസാരികയായി തന്റെ ശരീരം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെച്ച പെണ്ണ്, അങ്ങനെ ജീവിക്കുന്ന ഒരു പെണ്ണ് താൻ നടന്നു പോകുമ്പോ വഴിയരികിൽ വെച്ച് ദാഹിച്ച് വലഞ്ഞ ഒരു നായക്ക് തന്റെ ഷൂ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കൊടുത്തു. ആ വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ നമ്മൾ കേട്ടതാണ്. അപ്പൊ ഏത് കാര്യമാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുക എന്നറിയില്ല. ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വലിയ തണുപ്പുള്ള ഒരു ദിവസം പൂച്ചക്ക് പുതപ്പ് കൊടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ തന്റെ ഓവർകോട്ടിലേക്ക് ചേർത്തി വെച്ചത് കൊണ്ടാണ് സ്വർഗം കിട്ടിയത് എന്ന് പിന്നീട് മഹാനവറുകളെ സ്വപ്നം കണ്ടവർ പറഞ്ഞ ചരിത്രം നമ്മൾ ഈ അടുത്ത് അനുസ്മരിച്ചില്ലേ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവர்கள் എഴുതുന്ന സമയത്ത് പേനയിൽ നിന്ന് ഒരൽപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന ഈച്ചക്ക് താമസം ചെയ്തു കൊടുത്തതാണ് സ്വർഗത്തിലെത്താൻ കാരണമെന്ന് ഗസ്സാലി ഇമാം രേഖപ്പെടുത്തിയില്ലേ. ഏത് കാര്യമാണ് സംഭവം. ഈച്ചക്ക് ഒരു വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈച്ചപ്പ് എത്ര വെള്ളം കുടിക്കും? പക്ഷെ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കലം എടുത്ത് അതിലെ മഷിത്തുള്ളി, അതിൽ അലിഞ്ഞു ചേർന്ന വെള്ളം അത് കുടിക്കാൻ വേണ്ടി നിന്ന് ഈച്ച ഒരല്പസമയം തന്റെ എഴുത്ത് നിർത്തി വെച്ചു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും അല്ലാഹു നമ്മെ പരിഗണിക്കുന്നത്, നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പൊ ഏത് കർമ്മവും, ഏത് ചെറിയതും വലിയതും അത് എടുക്കുന്നവനാവണം മുഅ്മിൻ. അങ്ങനെയാണ് ചിലപ്പോ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല വലിയ പരിഗണന നൽകും. മഹാനായ ബിശ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു തങ്ങൾ, ഇന്ന് നാം ആ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നല്ലേ പറയുന്നത്. മഹാനുഭാവന് പൂർവകാലത്തെ ചരിത്രമുണ്ടായിരുന്നു. കള്ളു കുടിച്ചു കൂത്താടി നടക്കുന്ന ഒരു ജീവിതമുണ്ടായിരുന്നു. ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത ഒരു പാസ്റ്റ് ജീവിതം മാനവകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു രാത്രി സമയം മഹാനായ ബിശ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിലാവെളിച്ചത്തിലതാ ഒരു പേപ്പർ കാണുന്നു. പകുതി ബോധത്തിലാണ്, ഇച്ചിരി കുടിച്ചിട്ടുള്ള അവസ്ഥയാണെങ്കിലും ആ പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ പേരാണ്. ഒരർത്ഥത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പേരാണ് എന്നും അഭിപ്രായമുണ്ട്. അല്ലാഹ് എന്ന പേര് കണ്ടപ്പോൾ പടച്ച റബ്ബിന്റെ പേര് ആരാണോ ഇവിടെ താഴെ ഇട്ടുപോയത്, ജനങ്ങളൊക്കെ നടക്കുന്ന വഴിയിൽ അത് ചവിട്ടിക്കളഞ്ഞാൽ മോശമല്ലേ എന്ന് പറഞ്ഞ് ആ പേപ്പർ എടുക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അതിൽ അത്തർ പുരട്ടുകയും ചെയ്ത് ജനങ്ങളൊന്നും ചവിട്ടാത്ത ഒരിടത്തേക്ക് മാറ്റിവെച്ചതിന്റെ പേരിൽ അന്നത്തെ രാത്രി അതാ ഒരു സ്വപ്നം കാണുകയാണ് ബിശ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു. ആ സ്വപ്നത്തിൽ എന്താ പറയുന്നത്? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു അശരീരിയായ മഹാനവറുകളോട് പറയാണ്, യാ ബിശ്ർ ബിശ്റേ ത്വയ്യബത ഇസ്മി ലൗ ത്വയ്യബന ഇസ്മക ഫിദ്ദുനിയാ വൽ ആഖിറ. എന്റെ പേരിന് ചമൽക്കാലം നൽകിയതിന്,
എന്റെ പേരിനെ സംരക്ഷിച്ചതിന്, എന്റെ പേര് ജനങ്ങൾക്കിടയിൽ ചവിട്ടി പോകും എന്ന പേടി കൊണ്ട് അത് സൂക്ഷിച്ച് ശുശ്രൂഷിച്ചതിന് ഞാൻ നിന്റെ പേരും ഉയർത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇപ്പോൾ നമ്മൾ മാനവറുകളെ ചർച്ച ചെയ്യുമ്പോൾ ബിശ്റുൽ ഹാഫി എന്ന പേര് പറഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹു. ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്കൊന്നും വേണ്ടാത്ത പേര്, ഒരു കാലത്ത് ജനങ്ങളെല്ലാം മോശമായി കണ്ട പേര്, ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ തമ്മാടി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ബിശ്റുൽ ഹാഫി എന്ന പേര്, പക്ഷേ പിന്നെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന ടൈറ്റിൽ ചേർത്ത് വിളിക്കേണ്ട ഒരവസ്ഥയിലേക്ക്, സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് എത്താനുണ്ടായത് ഒരു ദിവസം മുഴുവനും നിന്ന് നിസ്കരിച്ചതല്ല, ഒരു മാസം മുഴുവനും നോമ്പനുഷ്ഠിച്ചതല്ല, കോടാനകോടി സമ്പാദ്യം ചെലവഴിച്ചതല്ല, ഒരൊറ്റ നിമിഷം ചെറിയ ഒരു കർമ്മം ജനങ്ങളൊക്കെ ചിലപ്പോൾ പരിഗണിക്കാത്ത വിഷയം പരിഗണിച്ചു. അല്ലാഹുവിന്റെ നാമം അത് ഉയർത്തിക്കാട്ടി എന്നതുകൊണ്ട് അല്ലാഹു തആല ഉയരങ്ങളിൽ എത്തിച്ചു. അതാ പറഞ്ഞത്, ഏത് ചെറിയ കാര്യം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മുടെ സജീവമായ സാന്നിധ്യം വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രമല്ല, നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കാൻ, പടച്ച റബ്ബിന്റെ അടുക്കലേക്കുള്ള ഇബാദത്താക്കി മാറ്റാൻ നാം ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മുടെ എല്ലാ ചലനങ്ങളും, നമ്മൾ എന്ത് ജോലി ചെയ്യാനെങ്കിലും ഹലാലായ ജോലിയാവണേ, ഹലാലായ ജോലിയാവണം, ഹറാമായ ജോലിയല്ല, ഹലാലായ ജോലികൾ വരെ അത് ഇബാദത്താക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നല്ല നിയ്യത്ത് ഉണ്ടായിരിക്കുക. നല്ല നിയ്യത്ത് നമുക്കുണ്ടോ, നമ്മുടെ എല്ലാ അമലുകളും നമുക്ക് നല്ല സ്വാലിഹായ അമലാക്കി മാറ്റാൻ കഴിയും. രാവിലെ പ്രഭാത സമയത്ത് വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങാണ്. പടച്ച റബ്ബേ, ഞാൻ ഈ ജോലിക്കിറങ്ങുന്നത് എൻ്റെ മക്കളെ പോറ്റാനാണ്, എൻ്റെ ഭാര്യയെ പോറ്റാനാണ്, അവര് മറ്റുള്ളവരുടെ മുന്നിൽ കൈ കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ തുടങ്ങി നല്ല നിയ്യത്തുണ്ടോ അത് അമലുൻ സ്വാലിഹാത്തിൽ രേഖപ്പെടുത്തപ്പെടും. അങ്ങനെ ഏതേത് വിഷയങ്ങളുണ്ടോ എല്ലാം നമുക്ക് ഇബാദത്താക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് നല്ല നിയ്യത്ത് ചെയ്യുക എന്നത്. അല്ലാഹു തആല നിയ്യത്ത് നമുക്ക് മനസ്സിൽ ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അമലിങ്ങനെ കുറേ ചെയ്താൽ പോരാ, അത് സ്വീകരിക്കണമെങ്കിൽ രണ്ട് മാനദണ്ഡങ്ങളുണ്ട്. കുറേ അമലിങ്ങനെ ചെയ്താൽ പോരാ, അമല് സ്വീകരിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് വന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങൾക്ക് അല്ലാഹു തആല ഈ ജീവിതം തന്നത് ഏറ്റവും അഹ്സനായ രൂപത്തിൽ, നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനാണ് എന്നല്ലേ പറഞ്ഞത്. എന്താണ് അഹ്സനായ അമല് എന്ന് വിശദീകരിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു, അസ്ലഫഹു വഅസ്വബഹു. ഏറ്റവും അഹ്സനായ രൂപത്തിൽ അമല് ചെയ്യാന്ന് പറഞ്ഞാൽ അസ്ലഫഹു വഅസ്വബഹു, ഇഖ്ലാസുള്ള അമലായിരിക്കണം, ആത്മാർത്ഥമായ അമലായിരിക്കണം. മറ്റൊരാളെ കാണാൻ വേണ്ടി നമ്മളൊന്നും ചെയ്താൽ അല്ലാഹു തആല പരിഗണിക്കുകയില്ല. എത്ര വലുത് ചെയ്തിട്ടും കാര്യമില്ല, കോടാനക്കോടിയുള്ളത് ചെയ്തിട്ടും കാര്യമില്ല. നിസ്കരിക്കുമ്പോഴും നോമ്പനുഷ്ഠിക്കുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ഞാൻ 5 ഖത്മായി നീ എവിടെ എത്തി എന്ന് ചോദിക്കണ്ട, ഞാൻ 4 ഖത്മായി 3 ഖത്മായി നീ ഇപ്പൊ എവിടെ എത്തി എന്ന് ചോദിക്കണ്ട. നീ എത്ര ഖത്ത് മോദി എന്ന് ചോദിച്ചോ, പ്രശ്നമില്ല. ഞാൻ 4 ഖത്മായി എന്ന് പറയാൻ വേണ്ടി ഉള്ളിൽ എന്തുണ്ട്, ഞാൻ 10 വർഷം തീർത്തിട്ടുണ്ട്, ഈ എന്തൊക്കെ മനസ്സിൽ വരും. അത് പിശാചിട്ട് തരും. എന്തിനാ? ആ 4 ഖത്മ് വേസ്റ്റ് ആക്കി കളയാൻ, ആ 4 ഖത്മ് വേസ്റ്റ് ആക്കി കളയണം. ഞാനെന്നും ജമാഅത്തിന് പോകുന്ന ആളാണ്, നിന്നൊന്നും കാണലില്ലല്ലോ എന്ന് പറയണ്ട, നിന്നെ ഇപ്പൊ ജമാഅത്തിനൊന്നും കാണില്ലല്ലോ എന്നൊന്നും പറയണ്ട. ഞാൻ ജമാഅത്തിന് പോകുന്ന ആളാണ് സ്ഥാപിച്ച് മറ്റൊരാളെ വരുത്തേണ്ട ആവശ്യമില്ല. ഞാൻ കൊടുക്കുന്ന ആളാണ് എന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി ആരും ചെയ്യേണ്ടതില്ല. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. രണ്ടാമത്തെ അമലുകൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡം മാനവர்கள் പറയാണ്, അസ്വബഹു. ചെയ്യുന്ന അമലുകൾ മുഴുവനും ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള അമലായിരിക്കണമെങ്കിലേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ അമലുകൾ ചെയ്ത് നാളെ ആഖിറത്തിൽ വരുന്ന ആളുകൾക്ക് അല്ലാഹു തആല പറയാണ്,
നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ലഹും ജന്നാത്തുൻ നഈം, സുഖാനുഭൂതിയുടെ സ്വർഗമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടാലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. ആരിവിടെ ദരിദ്രനായി കണ്ടാലും കുഴപ്പമില്ല, നാളെ ആഖിറത്തിൽ സ്വർഗം കിട്ടിയാൽ അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. പുറത്തുള്ള മണ്ണും ചരൽ മിസ്കും ജൗഹറാ, പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറാ. കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുടക്കുന്നതാ കുറയണ്ട. ധരിക്കാനതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസാ, അൽഹംദുലില്ലാഹ് ജീവിതം എന്തന്തസാ. അതിലുള്ള മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ അവിടെ എത്താൻ ബുദ്ധിയുണ്ട്. അല്ലാഹു തആല നമ്മൾ സ്വർഗത്തിൽ എത്തിക്കുമാറാവട്ടെ. ഉസ്താദ് ഈ ഭാഗം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗം എന്ന് പറഞ്ഞാൽ ജന്നാത്ത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തില്ല, ജന്നാത്തുൻ നഈം, സുഖലോലുപതയുടെ സ്വർഗമാണ്. അതാ പറഞ്ഞത് സുഖലോലുപത. എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് എന്ന് മാത്രമല്ല, നമ്മളൊക്കെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം അവിടെ ഇല്ല. അസുഖങ്ങളില്ലാതെ എപ്പോഴും ആരോഗ്യമാ, അസ്വാജ് മുത്തിട്ടെപ്പോഴും ഉല്ലാസമാ. കിടക്കേണ്ട കൂട്ടെന്താവയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയേണ്ട. കിടക്കണ്ട കൂട്ടണ്ട, ഒരു വർക്കും ചെയ്യണ്ട, സ്വസ്ഥമായി ഭാര്യയൊത്ത് ഇങ്ങനെ സല്ലപിച്ചിരിക്കാം. രോഗം ഒട്ട് വരില്ല. എന്താ തീർന്നോ? ഇല്ല. മരണം നിനക്കില്ലാത്തതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമായി നീങ്ങുന്നതാ. നമ്മളൊക്കെ ടെൻഷൻ എന്താ? എത്ര സൗകര്യം ഉണ്ടെങ്കിലും അന്ന് ഏതെങ്കിലും ഒരു സമയത്ത് മരിച്ചു പോകണല്ലോ അല്ലേ? എപ്പോഴെങ്കിലും ഒന്ന് നമ്മൾ അസ്റായീലിന് കൊടുക്കണല്ലോ. നമ്മളെ റൂഹ് എന്ന ടെൻഷനല്ലേ നമുക്കുള്ളത്. ഇവിടെ നിന്ന് ഒരു ടൂർ പോവാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ടിടത്തേക്ക് നമ്മൾ പണമൊക്കെ സമ്പാദിച്ച് ടൂർ പോയാൽ അപ്പോഴും നമുക്ക് ടെൻഷനാണ്. എന്തേ കാരണം? ടൂർ പോയി ഫുൾ സമയം അവിടെ നിൽക്കാൻ കഴിയൂലല്ലോ. അവിടെ നിൽക്കാൻ കഴിയോ? ഇല്ല. ടൂറിന്റെ പാക്കേജ് തീർന്ന് അങ്ങോട്ടൊക്കെ പോരണ്ടേ? അത് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനില്ല, ആ ടെൻഷൻ ഇല്ല. അതാണ് അല്ലാഹു അടുത്ത ആയത്തിൽ പറയുന്നത്, ഖാലിദീന ഫീഹാ, അതിൽ നിങ്ങൾ ശാശ്വതരാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടാൽ പിന്നെ ഇമ്മോർട്ടൽ ലൈഫാണ്, പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു മടക്കമില്ല. അവിടെ എറ്റേണിറ്റിയുടെ ലോകമാണ്, അനശ്വരമായ ലോകമാണ്. പിന്നെ ഇങ്ങോട്ടൊരു മടക്കില്ല. സുദീർഘമായ പിന്നെ ജീവിതം അനന്തമായ ജീവിതമാണ്. വഅദല്ലാഹി ഹഖ്ഖാ, ഖുർആൻ പറയാൻ വഅദല്ലാഹി ഹഖ്ഖാ, അല്ലാഹു പറയുന്ന വാഗ്ദത്തം ഉണ്ടല്ലോ, അത് പ്യുവർ കണ്ടീഷനാണ്. നിങ്ങൾക്ക് കിട്ടും, 100% ആക്യുറേറ്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു കുഴപ്പമില്ല അല്ലേ? നമ്മൾ വാഗ്ദത്തം ചെയ്താൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അത് പാലിക്കാൻ ഒന്നുകിൽ നമുക്ക് സാധിക്കണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സാധിപ്പിക്കണം എന്നില്ല. എന്നാൽ വഅദല്ലാഹി ഹഖ്ഖാ, അല്ലാഹുവിന്റെ വാഗ്ദത്തമുണ്ടല്ലോ, അത് 100% അല്ലാഹു പാലിക്കുന്നതാണ്. കാരണം വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപിയാണ്. ആരെയും സഹായത്തിന് ആവശ്യമില്ല. ആരെങ്കിലും ഇന്നയാൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താൻ അവന്റെ മേൽ അധികാരം ആർക്കുമില്ല. ഹകീമാണ് അവൻ, യുക്തിശാലിയാണ്. ആർക്ക് എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്ന് അവൻ അറിയാം. അതാണ് സൂറത്ത് ലുഖ്മാനിന്റെ 9-ാമത്തെ ആയത്ത് പറയുന്നത്, നിങ്ങൾക്ക് വിശാലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് എത്താൻ നിങ്ങൾ പരിശ്രമിച്ചോ. അത് അനശ്വരതയുടെ ലോകമാണ്. ആ തിരുമുറ്റത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായ വാഗ്ദാനം ചെയ്യുന്നത്. വഅദല്ലാഹി ഹഖ്ഖാ,
അപ്പൊ അമലുകൾ ചെയ്ത് ആ തിരുമുറ്റത്ത് നമുക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.